അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നും എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ലൈവ് റിസൾട്ടും കൂടിയുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ കോൾഗേറ്റിൻ്റെ കവർ അവസാനം കഴിഞ്ഞ കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും വലിച്ചെറിയാൻ പതിവില്ലേ. അപ്പോൾ ഇതും കൊണ്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ കോൾഗേറ്റിൻ്റെ കവർ വലിച്ചെറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് മിസ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചധികം വലിപ്പം വട്ടമുള്ള പാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു കോൾഗേറ്റിൻ്റെ കവറിൻ്റെ നമ്മൾ അടപ്പൊക്കെ ഊരിയെടുക്കുന്നുണ്ട്. അടപ്പ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എല്ലാതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് കഴിഞ്ഞ കവറുകളാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഇല്ല പറഞ്ഞിട്ട് ഞാനടക്കം ഇങ്ങനെ എത്രയോ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ പേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞിട്ട് എന്തായാലും കളഞ്ഞൊരു ദിവസങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും കളയണ്ട. ഇതിലൊക്കെ എത്ര കാലം കോൾഗേറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് ഇതങ്ങനെ എടുക്കുമ്പോഴേ ഉള്ളൂ, ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോഴേ ഉള്ളൂ അറിയാട്ടോ. അത്ര കാലം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാനുള്ള കോൾഗേറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വലിച്ചെറിയാതെ ഇതിനെ കൊണ്ടുള്ള റീയൂസ് നല്ലൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇതാ എല്ലാതും മുഴുവനായിട്ട് ഞാനിതിൽ നിന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവറുകളൊക്കെ ഒന്ന് മാറ്റാം. അവസാനം നമ്മൾ ഈ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതാ ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൊണ്ടുള്ള ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം. നമ്മളെ വീട്ടിൽ മൂർച്ചയുള്ള കത്രിക, കത്തി, ആ ഒരു സാധനങ്ങളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ എടുക്കില്ലേ പെട്ടെന്ന്. നമ്മളെ കൈ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സമയത്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് തട്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ മൂർച്ചയുള്ള കത്രികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ എടുക്കാതിരിക്കാൻ ഇതൊരു കവറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കോൾഗേറ്റിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഇത് നമ്മൾ നന്നായിട്ട് കവറായിട്ട് ഇതാ ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സൂക്ഷിച്ചെടുക്കാം. നമുക്ക് അവിടെ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ വന്നിട്ട് എടുത്താൽ പെട്ടെന്ന് മുടിയൊക്കെ മുറിക്കില്ലേ. ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്മിക്കുട്ടി ചെറുപ്പത്തിൽ എന്താ ഈ ഒരു കത്രി എടുത്തിട്ട് മുടിയൊക്കെ ഫ്രണ്ടിലത്തെ മുടി വെട്ടി കളഞ്ഞിട്ടുണ്ട് അറിയാതെ കേട്ടോ. അപ്പോൾ അങ്ങനത്തുള്ള കുറച്ചൊരു ചെറിയ പണികളൊക്കെ കുസൃതികളൊക്കെ ഒപ്പിക്കല്ലേ ചെറിയ കുട്ടികൾ. അപ്പോൾ അവർ കണ്ണിൽ പെടാതിരിക്കാൻ ഇത് അങ്ങനെയൊക്കെ മറിച്ച് വെക്കാം കേട്ടോ. പിന്നീട് നമുക്ക് എന്താ പറയുക കയ്യിൽ തട്ടാതിരിക്കാനും നല്ലൊരു സേഫ്റ്റിയാണ്. ഇതുപോലെ കത്തിയും ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമുക്കിനി ഇതും കൊണ്ട് എന്താ ചെയ്യാമെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വെള്ളമുണ്ട്. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് നമ്മളിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ്സോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് മാത്രം എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ നിറയെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിത് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ വെറുതെ ഒരു 3-4 ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നിറച്ചെടുക്കാം. എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ട് നിറച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കോൾഗേറ്റിൻ്റെ കവറിൻ്റെ അടപ്പിൻ്റെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ മുറിച്ച് വെച്ചാൽ നമുക്കിതുപോലെ സൊല്യൂഷനൊക്കെ നിറച്ച് കൊടുക്കാൻ സുഖമാണ് കേട്ടോ. ഈസി ആയിട്ട് എവിടെയും തട്ടിപ്പോകാതെ സിമ്പിളായിട്ട് നിറച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗം കോൾഗേറ്റിൻ്റെ ഒക്കെ വെട്ടി വെച്ചാൽ സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫില്ലിങ് ചെയ്യാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ കേടുവരൊന്നും ഇല്ലല്ലോ. നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ സുഖമാണ് കേട്ടോ. ഇങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ മിക്സിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ഇതും കൊണ്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ടിപ്പൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പിൽ എന്നും ഒരു എണ്ണമെഴുക്കും അതുപോലെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ. എപ്പോഴും എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ കൗണ്ടർ ടോപ്പിലായിരിക്കും അധികം കട്ട് ചെയ്യണതൊക്കെ അല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സ്പ്രേ മാത്രം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നോക്കും കേട്ടോ. നല്ല എണ്ണമെഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ട് തന്നെ കൗണ്ടർ ടോപ്പ് കിടക്കണത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഒരു തപ്പലൊക്കെ ഉണ്ട്. ഒരു
2 മാസമൊക്കെ ആയിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഓരോ കാരണം അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോനൊരു ബെൻഡിങ് ആയി. അത് 2 മാസത്തോളമായി. അപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ലോണം ഒരു സ്റ്റെക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഇപ്പോൾ കണ്ടില്ലേ കൗണ്ടർ ടോപ്പൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടല്ലേ കൗണ്ടർ ടോപ്പ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവിടെയും നമുക്ക് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം. ഞാനിതാ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാതെ രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുത്ത സ്റ്റൗവാണ് കേട്ടോ. അപ്പം ക്ലീൻ ചെയ്യാതെ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പ്രേ നല്ലതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ വീഡിയോയിൽ എത്രത്തോളം എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കോലാണിതാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാതെ ഇങ്ങനെ കാണിക്കണം കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് കാണിക്കുമ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെറും കോൾഗേറ്റിൻ്റെ വെള്ളവും നമ്മൾ ബേക്കിംഗ് സോഡയും മാത്രം ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങോട്ട് തുടച്ച് നോക്കണം കേട്ടോ. വെള്ളം കൂടി വേണ്ട, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഇതപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എത്രത്തോളം നീറ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന്. നമുക്ക് വല്ലാതെ വെള്ളം ഒഴിച്ചിട്ടോ ലിക്വിഡ് ഒഴിച്ചിട്ടോ സോപ്പ് ഇട്ടിട്ടോ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്പ്രേ മാത്രം മതി. നമുക്ക് ഇങ്ങനത്തെ ചില്ലിൻ്റെ സ്റ്റൗവൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് തുടച്ചെടുക്കട്ടോ. ചില്ലിൻ്റെ മാത്രമല്ല സ്റ്റീലിൻ്റെ ആയാലും തുടച്ചെടുക്കുക. അതേപോലെ നീറ്റായിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കെപ്പോഴും എണ്ണമെഴുക്കും കറയും ചളിയും ഫിസ്സൊക്കെ നമുക്ക് പൊരിക്കുന്ന സമയത്ത് എന്തായാലും സ്റ്റൗ ടോപ്പിൽ എന്തായാലും എണ്ണമെഴുക്കൊക്കെ തെറിക്കും. അപ്പോഴൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ നല്ലതുപോലെ നല്ല നീറ്റ് തന്നെ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് മേലത്തെ എൻ്റെ പാത്രങ്ങളടക്കം കാണുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലൈവായിട്ട് റിസൾട്ട് ഉണ്ട്, അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തുടച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇതേപോലെ അടപ്പിൻ്റെ മേലെ എപ്പോഴും ഒരു എണ്ണമെഴുക്ക് ഉണ്ടാവില്ലേ. നമ്മളിത് അങ്ങനത്തെ സ്റ്റീലിൻ്റെ അടപ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എണ്ണമെഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ബോട്ടിൽ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ കിട്ടും. എപ്പോഴും അതുപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ കടലേൻ്റെ ഉള്ളിലൊന്നും പോകില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അടപ്പിലിങ്ങനെ തുടച്ച് നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് പളുങ്ക് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ കാണേണ്ടത്, നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ കുഞ്ഞി സ്പ്രേ ബോട്ടിൽ ഉണ്ടാവില്ലേ. ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ, എനിക്കത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്ര കുറച്ചൊരു സ്പ്രേ ഉണ്ട് അതിൻ്റെ താഴത്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊന്നും റീയൂസ് ചെയ്യില്ല. ചിലപ്പോൾ റീയൂസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പുതിയ ഒരെണ്ണം വാങ്ങൂലേ. അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കളയാതെ വെക്കുക കേട്ടോ. ഇതിൽ കുറച്ച് സ്പ്രേ ഉണ്ട്, നല്ലൊരു സ്മെല്ലുള്ള സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്പ്രേ ഉള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതും കൊണ്ടുള്ള നല്ലൊരു യൂസ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല, അതായത് ബേക്കിംഗ് സോഡ ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ ഗോൾഗേറ്റിൻ്റെ. അത് നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് മാറ്റി വെച്ചില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ കുറച്ച് സ്പ്രേ ഉള്ള ബോട്ടിലേക്ക് അതുപോലെ ഞാനിതാ ഒഴിക്കണില്ല, അതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഫില്ലായിക്കോളും. കാരണം ഇത് ചെറിയൊരു കുപ്പിയാണ്, കണ്ടില്ലേ ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് അടച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പ്രേയും ഗോൾഗേറ്റിൻ്റെ ആ ഒരു വെള്ളം കൂടിയിട്ട് നല്ലതുപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടാൽ, നമ്മൾ കൈകളിൽ എന്നും നമ്മൾ മീനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി എങ്ങനെയൊക്കെ സോപ്പിട്ട് കഴുകിയാൽ ലിക്വിഡ് ഇട്ട് കഴുകിയാലും ചിലപ്പോൾ ഒക്കെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഓടിപ്പോയി പൗഡറൊക്കെ ഇടില്ലേ. ഞാനൊക്കെ അങ്ങനെ ഇടും. അപ്പോൾ എന്തിട്ടാലും ഒരു കൊതുണ്ട്, പെട്ടെന്നൊന്നും പോകില്ല ആ ഒരു സ്മെല്ലില്ലേ. അപ്പോൾ നമ്മളെ കൈകളിൽ എന്നും തന്നെ ഉണ്ടാകും. ആരെങ്കിലും പെട്ടെന്ന് വന്ന് ചായയൊക്കെ കൊടുത്താൽ ആ ഒരു സ്മെല്ല് പോകുകയില്ല. അപ്പോഴായിരിക്കും കല്യാണം പറയാനോ വിരുന്നുകാരോ ആരെങ്കിലുമൊക്കെ വരുന്നത് അല്ലേ, അവർക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കുമ്പോൾ നമ്മളെ കൈ ആകെപ്പാടെ പണമായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് നോക്കൂട്ടോ. എന്നിട്ട് സ്പ്രേ ചെയ്ത് നോക്കൂ, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ.
ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് അറിഞ്ഞതുകൊണ്ടൊന്ന് ചെയ്ത് വെച്ചിട്ടോ. എൻ്റെ അടുത്തുള്ളൊരു പെണ്ണ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ലൊരു യൂസ്ഫുള്ള്. ഞാൻ അപ്പം തന്നെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മണം. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ആ ഒരു മീനിൻ്റെ സ്മെല്ല് തന്നെ ഇല്ല, ഭയങ്കര സ്മെല്ല്, നല്ലൊരു മണമാണ് കേട്ടോ. ആ ഒരു സ്പ്രേയും ഗോൾഗേറ്റും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല്. പ്രത്യേകത ഞാൻ പറയാനില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സ്പ്രേ ഉണ്ടെങ്കിൽ കളയാതെ വെക്കുക. ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നേരത്തെ മാറ്റി വെച്ച കുറച്ച് വെള്ളം ഉണ്ടല്ലേ, അപ്പോൾ ലൈവ് റിസൾട്ടാണ് കാണാൻ പോകുന്നത്. കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് കലക്കി കൊടുക്കണം. എന്താണെന്ന് നമ്മൾ ഗോൾഗേറ്റ് ചിലപ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ താന്ന് നിൽക്കും. അപ്പോൾ ഒന്ന് കൈയിട്ട് ഇളക്കുമ്പോൾ ഒന്ന് ഇളകിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ യൂസ് ചെയ്യാത്ത കയ്യിലുകളൊക്കെ ഉണ്ടാവും സ്റ്റീലിൻ്റെ അല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ കയ്യിലുകൾ. ഞാൻ ഇതുപോലെ ഒരെണ്ണം പോലെ എനിക്ക് 2 എണ്ണം ഉണ്ട് കേട്ടോ. സോറി, ഇതുപോലെ എനിക്ക് 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. കാരണം ഒരുപോലെ 2 എണ്ണം ഉണ്ടായാൽ ഒന്ന് നമ്മൾ എന്തായാലും എടുത്ത് വെക്കില്ലേ, അങ്ങനെ എടുത്ത് വെച്ച് അതങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തുരി പിടിച്ച് പോയി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം. നല്ലോണം തുരി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നല്ല തുരി പിടിച്ച സാധനമാണ്. നമ്മൾ എങ്ങനെ ഇളക്കിയാലും ചിലപ്പോൾ ഇരുമ്പ് സ്ക്രബിട്ടൊക്കെ ഉരച്ചെടുക്കണേ വരും അല്ലേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു 2 കൈയിലും ഞാൻ ഈ വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തിരിച്ച് മരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ച് മരിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടണം. ഈ ഒരു ഇരുമ്പ് കറകളൊന്ന് ഇളകി കിട്ടണ വരെ നല്ലോണം അങ്ങോട്ട് തിരിച്ച് വെക്കുക. പിന്നെ ആ പിടിക്കണ സ്ഥലത്ത് കുറച്ച് ഈ ഒരു സൊല്യൂഷൻ അങ്ങോട്ട് പാർന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ലൈവായിട്ട് എടുക്കണം കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ പിടിക്കുന്ന സ്ഥലത്തിലൊന്നും അധികമല്ല, എനിക്ക് താഴത്താണ് നല്ലോണം തുരി പിടിച്ചുക. എന്നിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ഇട്ടിട്ട് ഒരതിയാൽ മതി. ഞാൻ ഇരുമ്പ് സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കണില്ല. ഇതുപോലെ വെള്ളത്തിൽ ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്താൽ എത്ര പെട്ടെന്ന് നമുക്ക് വേറെ ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലിക്വിഡിൽ മാത്രം മതി കോൾഗേറ്റും നമ്മൾ ബേക്കിംഗ് സോഡയും മാത്രമുള്ള ഈ ഒരു സൊല്യൂഷനാണ് കേട്ടോ. അതിലിട്ടിട്ട് നന്നായിട്ട് മുക്കിയിട്ട് ഉരച്ചാൽ പെട്ടെന്ന് തന്നെ എത്ര പെട്ടെന്ന് ആ ഒരു ഇരുമ്പക്കാറ പോകുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ എനിക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നല്ലോണം നല്ലതുപോലെ പളുങ്ക് പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് എനിക്ക് കൂടുതലും ഒരു ഇരുമ്പുകാരെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ കാണിച്ചു തരാട്ടെ. കണ്ടില്ലേ എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. ഞാനിത് എടുക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയൊക്കെ നോൽമ്പൊക്കെ വരുന്നതല്ലേ, ഇനി നമുക്ക് എത്ര കയ്യിലുണ്ടെങ്കിൽ തികയില്ലല്ലേ, ഒന്നെടുക്കുമ്പോൾ ഒന്ന് അങ്ങനെയൊന്നും ആകാതിരിക്കണം അല്ല പറയാം. അപ്പോൾ എത്ര കയ്യിലും എത്ര പാത്രം ഉണ്ടെങ്കിലും തികയാത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം. ഇതുപോലുള്ള വീഡിയോസിൽ കാണാനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതിൽ കുറേ ഞാൻ ടിപ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാനും കൂടി വേണം കേട്ടോ. അതുപോലെ കുറേ ടിപ്സ് ഉണ്ട്, 1-2 ടിപ്സും കൂടിയല്ല, ഒരുപാട് ടിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്നായിട്ടൊരു തപ്പലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോയിലുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.